സോ ഇൻ്റർഫേസ് ആണെങ്കിലും ക്ലാസ് ആണെങ്കിലും ആ ഒരു ഫയൽ നെയിം, ആ ഫയൽ നെയിമിൽ സെയിം interface name തന്നെ ആയിരിക്കും. Okay, here we have interface animal and two methods. So the file name is animal.java. Okay, അതുപോലെ തന്നെ വേറൊരു ഫയലിൽ we created a public class mammalint അല്ലേ. So the file name is mammalint.java. Okay, so here this mammalint class, it implements our animal interface അല്ലേ. സോ ഈ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻ്റർഫേസിലുള്ള ആ 2 മെത്തേഡ്സും വി വിൽ ഡിഫൈൻ ഹിയർ ഇൻ അവർ mammalint ക്ലാസ് അല്ലേ. ആ 2 മെത്തേഡ് void eat, void travel, ഈ 2 മെത്തേഡും നമ്മൾ mammalint ക്ലാസ് എന്നാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ബിക്കോസ് mammalint ക്ലാസ് ഇംപ്ലിമെന്റ്സ് ആനിമൽ. ഓക്കെ, അപ്പം അത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ അവർ നെക്സ്റ്റ് topic is package. Okay, ഇന്റർഫേസിൽ വേറൊരു കാര്യം പറഞ്ഞിട്ടുള്ളത് ഒരു ക്ലാസ്സിന് എന്ത് പറ്റില്ല, മോർ ദാൻ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് പറ്റില്ല അല്ലേ. എ ക്ലാസ്, എ ജാവ ക്ലാസ് ക്യാൻ ഓൺലി എക്സ്റ്റെൻഡ് വൺ പാരന്റ് ക്ലാസ്, ബട്ട് ഇന്റർഫേസ് എന്ന് പറയുന്ന സമയത്ത് വി ക്യാൻ എക്സ്റ്റെൻഡ് മോർ ദാൻ വൺ പാരന്റ് ഇന്റർഫേസ്. ഓക്കെ, സോ ആ ഒരു കാര്യം ഓർക്കുക. ഓക്കെ, then next topic, packages. Okay, packages. നമ്മളിപ്പോൾ interface കണ്ടു. We already know that in Java everything is in class. For everything we use class അല്ലേ. ക്ലാസ്സിൻ്റെ അകത്താണ് നമ്മൾ മെയിൻ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. എല്ലാം ക്ലാസ്സിൻ്റെ അകത്താണ്. ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്താണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് പുറമെ നമ്മളിപ്പോൾ ഒരു ഇൻ്റർഫേസ് പഠിച്ചു. ദെൻ പാക്കേജ് പറഞ്ഞിട്ടുള്ളൊരു കാര്യം. ഓക്കെ, packages are used in Java in order to prevent naming conflicts, to control access, to make searching or locating and usage of classes, interfaces, enumerations and annotations easier, etc. Okay, a package can be defined as a grouping of related types, classes, interface, enumerations and annotations, providing access, protection and namespace management. Okay, അപ്പോൾ നമ്മൾ ഇവിടെ നേരത്തെ ഇന്റർഫേസസിൽ നമ്മളൊരു എക്സാമ്പിൾ കണ്ടിട്ടുള്ളത് എന്താണ്, ആനിമൽ എന്ന് പറയുന്നിട്ടുള്ള ഒരു ഇന്റർഫേസ് ആൻഡ് ദിസ് mammalint ക്ലാസ് അല്ലേ. ഈ ഒരു mammalint.java എന്ന് പറയുന്ന ഫയൽ നെയിമും animal.java എന്നുള്ള പറയുന്ന ഒരു ഫയൽ നെയിമും റിലേറ്റഡ് ആണ് അല്ലേ. ഓക്കെ, അപ്പം ശരിക്കും ഈ ആനിമൽ എന്ന് പറയുന്ന ഈ ഒരു ഇന്റർഫേസ് നമ്മുടെ ഈ mammalint എന്ന് പറഞ്ഞിട്ടുള്ള ഈ ക്ലാസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബോത്ത് ആർ റിലേറ്റഡ്. ഓക്കെ, അപ്പം ഈ 2 കാര്യങ്ങളും നമ്മൾ അണ്ടർ എ പാക്കേജ് ചെയ്യുവാണ്. ഓക്കെ, അങ്ങനെ ഒരു പാക്കേജിന്റെ അണ്ടറിൽ ഈ 2 ഫയൽസും കീപ്പ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആണ്. ഓക്കെ, സോ some of the existing packages in Java are java.lang bundles the fundamental classes, java.io classes for input and output functions are bundled in this package. Programmers can identify their own packages to bundle group of classes or interfaces, etc. Okay, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഒരു എക്സാമ്പിൾ യൂസർ ഡിഫൈൻഡ് പാക്കേജസ് ആണ്. ഓക്കെ, ബിൽഡിംഗ് പാക്കേജസും ഉണ്ട്, യൂസർ ഡിഫൈൻഡ് പാക്കേജസും ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് വേണ്ട റിലേറ്റഡ് ആയ നമ്മുടെ പ്രോഗ്രാമിന് വേണ്ട റിലേറ്റഡ് ആയിട്ടുള്ള ഫയൽസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ കീപ് ദം അണ്ടർ എ പാക്കേജ്. ഓക്കെ, so it is a good practice to group related classes implemented by you so that a programmer can easily determine that the classes, interfaces, enumerations and annotations are related. Since the package creates a new namespace, there won't be any name conflicts with names in other packages. Using packages, it is easier to provide access control and it is also easier to locate the related classes. Okay, ജസ്റ്റ് ഒരു കാര്യം പറയുകയാണെങ്കിൽ നമുക്കിപ്പം അറിയാം, ഇപ്പോൾ ഒരു ചെറിയ സിസ്റ്റം യൂസ് ചെയ്യുന്നവർക്ക് തന്നെ അറിയാം, നമുക്ക് സെയിം നെയിമിൽ ഒരേ സ്ഥലത്ത് സെയിം നെയിമിൽ 2 ഫയൽ കീപ്പ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ,
അല്ലേ? ഓക്കെ, ഒരു വേർഡ് ഫയൽ അല്ലെങ്കിൽ ഒരു PDF, രണ്ട് PDF സെയിം ഫയൽ നെയിം ആക്കാൻ പറ്റില്ല, സെയിം പ്ലേസിൽ അല്ലേ? അപ്പൊ നമ്മളിവിടെ പാക്കേജിന്റെ അണ്ടറിൽ ഇങ്ങനെ ഡിഫറെന്റ് ഫയൽസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പാക്കേജിലുള്ള സെയിം ഒരു നെയിം വേറൊരു പാക്കേജിൽ ഉണ്ടാവുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരുന്നില്ല. ഓക്കെ, എ എന്ന് പറയുന്ന പാക്കേജിന്റെ അണ്ടറിലും ബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫയൽ നെയിം വരാം. ഓക്കെ, സി എന്ന് പറയുന്ന ഒരു പാക്കേജിന്റെ അണ്ടറിലും ബി എന്ന് പറയുന്ന ഒരു ഫയൽ വരാം. ഓക്കെ, okay, creating a package. While creating a package, you should choose a name for the package and include a package statement along with that name at the top of every source file that contains the classes, interfaces, enumerations, and annotation types that you want to include in the package. The package statement should be the first line in the source file. There can be only one package statement in each source file, and it applies to all types in the file. If a package statement is not used, then the class, interfaces, enumerations, and annotation types will be placed in the current default package. Okay, ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം, അപ്പൊ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം. Okay, so to compile the Java programs and package statements, you have to use -d option as shown below. Okay, അപ്പൊ നമ്മൾ ആദ്യമേ ഈ ഒരു ക്ലാസ്സിന്റെ ജാവ മൊഡ്യൂൾ 4 തുടക്കത്തിൽ തന്നെ നമ്മൾ എങ്ങനെയാണ് ഒരു ജാവ ഫയൽ ക്രിയേറ്റ് ചെയ്യുക, കമ്പൈൽ ചെയ്യുക, റൺ ചെയ്യുക എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം അവിടെയൊന്നും നമ്മൾ പാക്കേജസ് യൂസ് ചെയ്തിട്ടില്ല. സോ വൈൽ വി യൂസ് പാക്കേജ്, നമ്മൾ കമ്പൈൽ ചെയ്യേണ്ട ആ ഒരു ഫോമാറ്റ് ആണ് അവിടെ താഴെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ സാധാരണ രീതിയിൽ നമ്മളിപ്പോൾ ഒരു ജാവ പ്രോഗ്രാം കമ്പൈൽ ചെയ്യുകയാണെങ്കിൽ ആ ഒരു സിൻടാക്സ് എന്ന് പറയുന്നത് ജാവ സി ഫയൽ നെയിം ഡോട്ട് ജാവ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ജാവ സി ഫയൽ നെയിം ഡോട്ട് ജാവ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു പാക്കേജ് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സിൻടാക്സ് ജാവ സി -d ഡെസ്റ്റിനേഷൻ ഫോൾഡർ ഫയൽ നെയിം ഡോട്ട് ജാവ അങ്ങനെയാണ് നമ്മൾ കമ്പൈൽ ചെയ്യുക. ഓക്കെ, then a folder with the given package name is created in the specified destination and the compiled class files will be placed in that folder. Okay, നമുക്ക് ഓൾറെഡി അറിയാം നമ്മൾ കമ്പൈൽ ജാവ സി പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യം യൂസ് ചെയ്തിട്ടാണ് കമ്പൈൽ ചെയ്യുക. സോ ആഫ്റ്റർ വി കമ്പൈൽ എ ഫയൽ, എ ജാവ ഫയൽ, വി ഗെറ്റ് എ ഡോട്ട് ക്ലാസ് ഫയൽ. ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്, കമ്പൈൽ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫയൽ നെയിം ഡോട്ട് ക്ലാസ് എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യും. ദെൻ റൺ ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ആ ഡോട്ട് ക്ലാസ് ആണ് നമ്മുടെ ഒബ്ജക്റ്റ് ഫയൽ എന്ന് പറയുന്നത്. ദെൻ റൺ ചെയ്യുന്നത് ജാവ സ്പേസ് ആ ഫയൽ നെയിം. ഓക്കെ, അത് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, ദെൻ എ ഫോൾഡർ, ദെൻ ഈ ഒരു കമ്പൈൽ, ഇങ്ങനെ നമ്മൾ പാക്കേജ് വെച്ച് കമ്പൈൽ ചെയ്യുന്ന സമയത്ത് ഒരു എക്സാമ്പിൾ വെച്ച് പറയുന്നതാണ്. ഇപ്പൊ നേരത്തെ കണ്ട അതേ എക്സാമ്പിൾ, ഇന്റർഫേസിന് ആനിമൽ എന്ന് പറഞ്ഞ ഇന്റർഫേസിന് നമ്മളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ മാമലിൻറ്റ് പറഞ്ഞിട്ടൊരു ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് രണ്ടും നമ്മളൊരു പാക്കേജിന്റെ അണ്ടറിൽ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ദ ഫസ്റ്റ് ലൈൻ വിൽ ബി പാക്കേജ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, പാക്കേജിന്റെ പേര് നമ്മൾ ആനിമൽസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുൾ സ്മാൾ ലെറ്റേഴ്സ് ആണ് പാക്കേജ് നെയിമിന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എൻ്റെ പാക്കേജ് നെയിം ആനിമൽസ് ആണ്. ആ ആനിമൽസ് പാക്കേജ് അണ്ടറിൽ എൻ്റെ ഈ ആനിമൽ ഡോട്ട് ജാവ ഫയലും അതുപോലെ തന്നെ മാമലിൻ ഡോട്ട് ജാവ ഫയലും വരണം. ഓക്കെ, ഈ ആനിമൽസ് എന്ന് പറഞ്ഞിട്ടുള്ള പാക്കേജിൻ്റെ അണ്ടറിൽ. ഓക്കെ, സോ അത് തുടങ്ങുമ്പോൾ തന്നെ പാക്കേജ് ആനിമൽസ്, ഇത് ആനിമൽസ് എന്ന് പറഞ്ഞ പാക്കേജിലെ ഫയലാണ്. ഇന്റർഫേസ് ആനിമൽ, ഓക്കെ, ഇന്റർഫേസ് ആനിമൽ 2 മെത്തേഡ്. ഓക്കെ, ഇന്റർഫേസ് ആനിമൽ എന്നായതുകൊണ്ട് ഫയൽ നെയിമും ആനിമൽ. ഓക്കെ, ദെൻ സെയിം പാക്കേജ് ആനിമൽസ് തന്നെയാണ് മാമലിൻറ്റിലും ഇവിടെയും നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ,
മാമൽ ഇൻ ജാവ എന്നുള്ള ഫയലും പാക്കേജ് ആനിമൽസ് ആണ് ഫസ്റ്റ് തന്നെ നമ്മൾ പറയും. ഓക്കെ, ഇത് കമന്റ് ആണ് കേട്ടോ. ഓക്കെ, ഡബിൾ സ്ലാഷും കമന്റ് ആണ്, ഇങ്ങനെ 1/******, അതും കമന്റ് തന്നെയാണ്. ഓക്കെ, ഡബിൾ സ്ലാഷ് പറയുമ്പോൾ ഇവിടെ മാത്രമേ വേണ്ടൂ, ക്ലോസിങ്ങിൽ വേണ്ട. ഓക്കെ, സോ ഇവിടെ ബാക്കി നമ്മളെ മാമലിൽ കണ്ടിട്ടുള്ള സെയിം കോഡ് ഇവിടെ കണ്ടു, മാമലിൻ്റിലുള്ളത്. ഓക്കെ, അപ്പം ഈ മാമലിൻ്റും മാമലിൻ്റും അതുപോലെ തന്നെ ആനിമൽ ഫയലും അണ്ടർ ദ പാക്കേജ് ആനിമൽസ്. ഓക്കെ, ദെൻ നമ്മൾ കമ്പയർ ചെയ്യാണ്. ഫസ്റ്റ് ആനിമൽ ഡോട്ട് ജാവ അത് കമ്പയർ ചെയ്തു. ഓക്കെ, സോ ജാവ സി -d ഡോട്ട് ആനിമൽ ഡോട്ട് ജാവ എന്ന് പറയുന്ന സമയത്ത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആനിമൽ ഡോട്ട് ക്ലാസ് ഈ ഒരു ആനിമൽ നമ്മൾ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ ഈ ആനിമൽസ് എന്ന് പറഞ്ഞ പാക്കേജിന് വേണ്ടിയിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ആവും. ഓക്കെ, നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഡെസ്റ്റിനേഷനിൽ ഫോൾഡർ ക്രിയേറ്റ് ആവും. ഇതിപ്പം സി ഡിസ്ക് ഡ്രൈവിലാണ് ക്രിയേറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ആനിമൽസ് എന്നുള്ള പാക്കേജിന് വേണ്ടിയിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ആവും. അത് അവിടെ ഈ ആനിമൽ ഡോട്ട് ജാവ കമ്പയർ ചെയ്തിട്ട് ആനിമൽ ഡോട്ട് ക്ലാസ് അവിടെ ക്രിയേറ്റ് ആവും. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു, മാമലിൻ ഡോട്ട് ജാവ കമ്പയർ ചെയ്തു. സോ അതിൻ്റെ കറസ്പോണ്ടിങ് മാമലിൻ ഡോട്ട് ക്ലാസ് സെയിം ആനിമൽ പാക്കേജിന് വേണ്ടിയിട്ട് ആനിമൽസ് പാക്കേജിൻ്റെ ഫോൾഡറിൽ വന്നു. ഓക്കെ, സോ അത് യാതൊരു എററും ഇല്ലെങ്കിൽ മാത്രമാണ് അങ്ങനെ ഡോട്ട് ക്ലാസ് ഫയൽ ക്രിയേറ്റ് ആവുക. ദെൻ വി ക്യാൻ റൺ ദാറ്റ് ഫയൽ. ഓക്കെ, സോ ജസ്റ്റ് ആ ഒരു സെൻറ്റൻസ് വായിക്കാം. Let us look at an example that creates a package called animals. It is a good practice to use names of packages with lowercase letters to avoid any conflicts with the names of classes and interfaces. Okay. Now a package of folder with the name, okay, in the current directory, and these class files will be placed in it as shown below. Now you can execute after creating this dot class files. You can execute the class files within the package and get the result as shown below. So നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഈ മാമലിൻ ക്ലാസ്സിൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള സെയിം റിസൾട്ട്, മാമൽ ഈറ്റ്സ്, മാമൽ ട്രാവൽസ്, ആ ഒരു സെയിം റിസൾട്ട് തന്നെയാണ്. കാരണം കോഡിൽ മാറ്റമൊന്നുമില്ല. സെയിം ഔട്ട്പുട്ട് തന്നെ കിട്ടും. ഓക്കെ, ഇത്രയും പാർട്ട് ക്ലിയർ ആയോ? What about ബാക്കിയുള്ളവർക്കോ? ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു ഇവിടെ യൂസ് ഇറ്റ് ആനിമൽസ്, പാക്കേജിൻ്റെ നെയിം ആനിമൽസ് ആണ്. ആനിമൽസിൻ്റെ അണ്ടറിൽ രണ്ട് ഫയൽസ് വന്നു, ആനിമൽ ഇൻ്റർഫേസ്, ആനിമൽ ഫയലും അതുപോലെ തന്നെ മാമലിൻ ഫയലും. ഓക്കെ, ഇനി സപ്പോസ് നമുക്ക് വേറൊരു പാക്കേജ്, ഓക്കെ, വേറൊരു പാക്കേജിൽ പാക്കേജ് നെയിം എക്സ് ആയിക്കോട്ടെ, XYZ. ഓക്കെ, വേറൊരു പാക്കേജ് XYZ. ആ XYZൻ്റെ അകത്ത് എനിക്ക് ആനിമൽസ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? സേ യെസ് ഓർ നോ? പറ്റുമോ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഉറപ്പാണോ? ഉറപ്പാണെങ്കിൽ പറ്റും. ഓക്കെ, സോ ഇനി വേറൊരു ഇമ്പോർട്ട് കീവേഡിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, സോ ഇഫ് എ ക്ലാസ് വാണ്ട് ടു യൂസ് അനദർ ക്ലാസ് ഇൻ ദ സെയിം പാക്കേജ്, ഓക്കെ, ഫോർ ദാറ്റ് വി യൂസ് ദിസ് ഇമ്പോർട്ട് കീവേഡ്. ഓക്കെ, അതിനെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ഇഫ് എ ക്ലാസ് വാണ്ട്സ് ടു യൂസ് അനദർ ക്ലാസ് ഇൻ ദ സെയിം പാക്കേജ്, ദ പാക്കേജ് നെയിം നീഡ് നോട്ട് ബി യൂസ്ഡ്.
class in the same package find each other without any special syntax. Okay, ഒരു പാക്കേജിന്റെ അടുത്ത് തന്നെ ഒരു പാക്കേജിന്റെ അണ്ടറിൽ എത്ര ഫയൽസ് വേണമെങ്കിലും വരാം. ഇറ്റ്സ് അക്കോർഡിംഗ് ടു അവർ റിക്വയർമെന്റ്സ്. ഓക്കെ, സോ നമുക്ക് ഒരു പാക്കേജിന്റെ അണ്ടറിലുള്ള ഒരു ഫയലിലെ ഒരു ക്ലാസ് നമുക്ക് വേറൊരു ക്ലാസ്സിൽ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വി നോട്ട് വാണ്ട് ടു ബി യൂസ്ഡ്. ആ ഒരു പാക്കേജ് നെയിം നമുക്ക് അവിടെ ഒരു മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല. പാക്കേജ് നെയിം നീഡ് നോട്ട് ബി യൂസ്ഡ്. ഓക്കെ, സോ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, എ ക്ലാസ് നെയ്മഡ് ബോസ് ഈസ് ആഡഡ് ടു ദ പേറോൾ പാക്കേജ് ദാറ്റ് ഓൾറെഡി കണ്ടെയ്ൻസ് എംപ്ലോയി. ഓക്കെ, പേറോൾ എന്ന് പറഞ്ഞിട്ട് ഒരു പാക്കേജ് ഉണ്ട് നമുക്ക്. നമ്മുടെ പാക്കേജ് നെയിം പേറോൾ ആണ്. ഓൾറെഡി ഇറ്റ് കണ്ടെയ്ൻസ് എ ക്ലാസ് നെയ്മഡ് എംപ്ലോയി. ഓക്കെ, ആൻഡ് എ ക്ലാസ് നെയ്മഡ് ബോസ് ഈസ് ആഡഡ് ടു it, our payroll. Okay, so the boss can then refer to the employee class without using payroll prefix as demonstrated by the following boss class. Okay, boss class നെ എന്ത് വേണം? ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഈ എംപ്ലോയി ക്ലാസ് യൂസ് ചെയ്യണം. ബട്ട് അതിന് എന്ത് ചെയ്യണ്ട? ഈ ഒരു പേറോൾ പാക്കേജിൽ തന്നെ ആണ് ബോസ് ക്ലാസ് ആഡ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു പേറോൾ പ്രിഫിക്സ് അതിന് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന്റെ സിൻടാക്സ് ആണ് പറയുന്നത്. പാക്കേജ് പേറോൾ, ഓക്കെ, പബ്ലിക് ക്ലാസ് ബോസ്, ദെൻ പബ്ലിക് വോയിഡ് പേ എംപ്ലോയി ഇ. ഓക്കെ, സോ ഇവിടെ ഈ പേ എംപ്ലോയി എന്ന് പറയുന്നത് ഇതിന്റെ ഒരു മെത്തേഡാണ്. പബ്ലിക് വോയിഡ് പേ എംപ്ലോയി is its method name. Okay, this employee e means it is accessing or it is using another class employee in the same package. Okay, ഒരു പാരാമീറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. Okay, then e dot mail checker or something. Okay, so what happens if the employee class is not in the payroll package? ആ payroll പാക്കേജിൽ വേറെ ഏതൊരു ഫയലിൽ നമ്മുടെ ഈ ഒരു ക്ലാസ് ഉണ്ട്, എംപ്ലോയി എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ട്. അത് നമ്മൾ അതിൻ്റെ ഒരു ഇ എന്ന് പറഞ്ഞിട്ടൊരു ആ എംപ്ലോയി ക്ലാസ്സിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ നമ്മളിവിടെ ഒരു പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്തേക്കുവാണ്. ഓക്കെ, സപ്പോസ് ആ ഒരു പേറോൾ പാക്കേജിൽ നമുക്ക് എംപ്ലോയി ഇല്ലെങ്കിൽ വേറൊരു പാക്കേജിലെ ക്ലാസ് എങ്ങനെ ആക്സസ് ചെയ്യുമെന്നാണ് നെക്സ്റ്റ് പറയുന്നത്. The boss class must then use one of the following techniques for referring to a class in a different package. The fully qualified name of the class can be used. For example, payroll.employee, because this employee is under our payroll package. So payroll.employee എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യാം. The package can be imported using the import keyword and the wildcard star. For example, import payroll.star. The class itself can be imported using the import keyword. For example, import payroll.employee. Okay, ഇങ്ങനൊക്കെ നമുക്ക് ആ ഒരു ക്ലാസ്സിനെ ആക്സസ് ചെയ്യാം. A class in a different package. Okay, so a class file can contain any number of import statements. The import statements must appear after the package statement and before the class declaration. ഈ ഒരു റൂള് മനസ്സിലാക്കുക. നമ്മൾ പാക്കേജ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതൊരു സോഴ്സ് ഫയലിൻ്റെയും ഏറ്റവും ദ വെരി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വിൽ ബി പാക്കേജ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് നമുക്ക് ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യാം. ഇറ്റ് ഷുഡ് ബി ബിഫോർ അവർ ക്ലാസ് ഡിക്ലറേഷൻ. ഓക്കെ, ഇത്രയും ഓക്കെയാണോ? പാക്കേജ് ആൻഡ് ഇമ്പോർട്ട് കീവേഡ്. ഓക്കെ, ഇനി കുറച്ചൊരു എന്താ പറയുക, ഒരു ചെറിയ പ്രോബ്ലംസ്, ഒരു ചെറിയ പാറ്റേൺ എങ്ങനെ ജാവയിൽ ചെയ്യും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ അത് ഡിസ്കസ് ചെയ്യാൻ സമയം ഉണ്ടായിരുന്നില്ല. ഓക്കെ, സോ ചെയ്യാൻ പറ്റിയോ? ഹലോ, ഓക്കെ,
CPP-യിൽ അത് ചെയ്യാൻ പറ്റുമോ? മീൻസ് ഞങ്ങളിപ്പോൾ കുറച്ച് CPP-യിൽ പെട്ടെന്ന് ജാവയൊക്കെ CPP-യിൽ ഒരു കോഡ് ചെയ്തിട്ട് CPP-യിൽ ചെയ്യാൻ പറ്റി. ഓക്കെ, CPP-യിലെ ആ ഒരു ഓക്കെ, CPP-യിൽ എങ്ങനെയായിരിക്കും ആ ഒരു കോഡ് ഉണ്ടാവുക അത് പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ കൺവേർട്ട് ചെയ്യാം. ഓക്കെ, കുറച്ചൊന്ന് സിമ്പിൾ ആയിക്കോട്ടെ വെച്ചിട്ടാണ്. നമുക്കിപ്പോൾ കുറച്ചും കൂടി ഫെമിലിയർ CPP ആയിരിക്കും ജാവേനെക്കാട്ടും, അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. അല്ലാണ്ട് ജാവ പ്രോഗ്രാം ചെയ്യാൻ CPP വേണമെന്നോ അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല, ജസ്റ്റ് ഒരു. ഓക്കെ, എൻ്റെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 1 2 3 സോറി 1 2 1 2 3 1 2 3 4 1 2 3 4 5 ഇതായിരുന്നു എൻ്റെ ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, സോ ഇതിപ്പോൾ CPP ചെയ്യണോ അതോ ജാവ ചെയ്യണോ? ഏതിൽ ചെയ്യുകയാണെങ്കിലും ദ ലോജിക് ഈസ് സെയിം. ഓക്കെ, ഫസ്റ്റ് ലൈനിൽ 1 എന്നുള്ളൊരു നമ്പർ ഫസ്റ്റ് റോയിൽ അല്ലേ, സെക്കൻഡ് റോയിൽ 1 2, തേർഡ് റോയിൽ 1 2 3, ഫോർത്തിൽ 1 2 4 1 2 3 4 ആൻഡ് ഫിഫ്ത്തിൽ 1 2 3 4 5. ആൻഡ് ഇഫ് വി ഹാവ് എ സിക്സ് ലൈൻ, എ സിക്സ്ത് റോ, ദെൻ ദർ വിൽ ബി ദ നമ്പേഴ്സ് ഫ്രം 1 to 6 അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, നമ്മൾ ഇതിൽ ഒരു സിമിലർ ആയിട്ടുള്ള ഒരു പ്രോബ്ലം നമ്മൾ CPP-യിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, സ്റ്റാർ വെച്ചിട്ട്, ഓർക്കുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു CPP പ്രോഗ്രാം. ഓക്കെ, starts with hash include iostream.h, hash include conio.h, void main അല്ലേ? നേരെ മെയിൻ ഫംഗ്ഷൻ ആണ്. മെയിൻ ഫംഗ്ഷനിൽ we can declare int I j rows. Okay, the user interactive method യൂസ് ചെയ്യുകയാണെങ്കിൽ we can display enter your number of rows. Cout enter the number of rows. നമുക്ക് എത്ര റോസ് ആണുള്ളത്? 10 rows. So here we have 5. Number of rows is 5. So rows നമ്മൾ 5 ആയിട്ട് കൊടുത്തു എന്ന് വിചാരിക്കാം. Okay, here we need a semicolon. Then we use 2 for loops അല്ലേ? For I is equal to 1, I less than 6, I plus plus. ശരിയല്ലേ? ഓക്കെ, സംശയം, ഇവിടെ I less than 5 എന്ന് എഴുതിക്കൂടെ? I less than 5 എന്ന് എഴുതാൻ പറ്റുമോ? പ്രോഗ്രാം കറക്റ്റ് ആയിരിക്കുമോ? കറക്റ്റ് ആവില്ല. ഓക്കെ, നമുക്ക് we need 5 number of rows അല്ലേ? 5 റോസ് പ്രിന്റ് ചെയ്യണം. അപ്പോൾ 1 എന്ന് തുടങ്ങിയിട്ട് ലെസ് ദാൻ 5 എന്ന് പറഞ്ഞാൽ ഈ 4 1 2 3 4 വരെ പ്രിന്റ് ചെയ്യുള്ളൂ അല്ലേ? അല്ലെങ്കിൽ 5 തന്നെ ഒരു നമ്പർ വേണമെന്നുണ്ടെങ്കിൽ we can use I less than or equal to 5, അത് ഓക്കെയാണ്. അല്ലെങ്കിൽ I less than 6, അപ്പോഴും 5 ലൈൻസ് വരും. ഓക്കെ, അതിൽ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ദെൻ inner loop, and this I for loop is for rows. റോസിന് വേണ്ടിയിട്ടാണത്. ദെൻ എത്ര കോളം വേണം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും? j loop. So j is equal to 1, j less than or equal to 2, j plus plus. Okay, എന്ത് ചെയ്യാം? cout എന്താ ചെയ്യണ്ടേ? എന്താ നമുക്ക് പ്രിന്റ് ചെയ്യണ്ടേ? equal to 2 അല്ല, j less than or equal to I. ഓക്കെ, j less than or equal to I, j plus plus. ഇവിടെ less than 6 അല്ല, we need less than or equal to rows. rows എന്നുള്ള വേരിയബിളിലാണുള്ളത്. സോ less than or equal to rows. അപ്പോൾ less than
മാത്രമാണെങ്കിൽ ഐ ലെസ് ദാൻ റോസ് പ്ലസ് 1 എഴുതേണ്ടി വരും. ഓക്കെ, പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ബാക്കി എല്ലാവർക്കും പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ആ ലോജിക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നൊന്ന് ജസ്റ്റ് ക്ലിയർ ചെയ്ത് പോവാനാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, സോ ഇവിടെ നമുക്കിനി ഡിസ്പ്ലേ ചെയ്യേണ്ടത് 1 1 2 1 2 3 1 2 3 4 1 2 3 4 5 എന്നാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ഓക്കെ, സെയിം മെത്തേഡ് നമുക്ക് സ്റ്റാർ വെച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ, സെയിം കാര്യം. അപ്പോൾ അവിടെ സി ഔട്ട് സ്റ്റാർ മാത്രമേ വേണ്ടി വന്നിട്ടുള്ളൂ അല്ലേ. ഇനി ജസ്റ്റ് മാനുവലി ഒന്ന് നോക്കുക. ഓക്കെ, ഫോർ ഐ ഇസ് ഈക്വൽ ടു 1 നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ എന്ത് കൊടുക്കണം എന്നുള്ളത് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. സോ റോസ് ഇസ് ഈക്വൽ ടു 5, then for I is equal to 1, the value of I is 1, I less than or equal to rows, 1 less than or equal to 5. Which is true. നമ്മൾ എവിടെ കയറി? ഈ ഫോർ ലൂപ്പിൻ്റെ അകത്ത് കയറി. അകത്ത് വേറൊരു ഫോർ ലൂപ്പാണ് കണ്ടിട്ടുള്ളത്, ജെ. ഫോർ ജെ ഈസ് ഈക്വൽ ടു 1 and j less than or equal to I. That means 1 less than or equal to 1. 1 equal to 1, 2. എവിടെ കയറി? ജെൻ്റെ ഫോർ ലൂപ്പ് കയറി. എന്തോന്ന് നമ്മൾ എന്ത് ചെയ്തു? ഡിസ്പ്ലേ ചെയ്തു. ഓക്കെ, നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് എന്താണ്? ഔട്ട്പുട്ട് ഇവിടെ എഴുതാം. നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് 1 എന്ന് ഡിസ്പ്ലേ ചെയ്യണം അല്ലേ. 1 എന്ന് ഡിസ്പ്ലേ ചെയ്താൽ എന്ത് ചെയ്യും? ഈ ഫോർ ലൂപ്പ്, ജെൻ്റെ ഫോർ ലൂപ്പ്, the value of j will be incremented. J equal to 2, 2 less than or equal to 1, condition failed. Okay. Okay, condition fail ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ ഓക്കെ, കണ്ടീഷൻ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ജെ ഫോർ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. ഐ ഫോർ ലൂപ്പിലേക്ക് കയറുന്നതിന് മുന്നേ വി ഹാവ് ടു ഗെറ്റ് ഇൻ ടു എ ന്യൂ ലൈൻ. സോ സി ഔട്ട് ന്യൂ ലൈൻ, ദെൻ ഐത്ത് ഫോർ ലൂപ്പും നമ്മൾ ക്ലോസ് ചെയ്യും അല്ലേ. ഐത്ത് ഫോർ ലൂപ്പ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് എന്താ? ഐൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ആവും. ഐ ഇസ് ഇക്വൽ ടു 2. ഐ ഇസ് ഇക്വൽ ടു 2, ദെൻ കണ്ടീഷൻ ചെക്ക് ചെയ്യും. 2 ലെസ് ദാൻ ഓർ ഇക്വൽ ടു 5 ആണോ? കണ്ടീഷൻ true അല്ലേ. അഗൈൻ ജെ ഫോർ ലൂപ്പ് കയറും. ജെൻ്റെ വാല്യൂ ഇസ് ഇക്വൽ ടു 1 അല്ലേ. ഐ ഇസ് ഇക്വൽ ടു 2 ആയിട്ട് ഉള്ള ഫസ്റ്റ് ജെയിൽ പോകുന്നതാണ്. സോ ജെൻ്റെ വാല്യൂ ഇസ് ഇക്വൽ ടു 1. അഗൈൻ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, കണ്ടീഷൻ ട്രൂ. കണ്ടീഷൻ ട്രൂ. ഓക്കെ, വീണ്ടും ജെൻ്റെ വാല്യൂവിൻ്റെ അകത്ത് കയറും. നമുക്ക് പ്രിന്റ് ചെയ്ത് വരേണ്ടത് ന്യൂ ലൈനിൽ 1 അല്ലേ. ആ സമയത്ത് പ്രിന്റ് ചെയ്ത് വരേണ്ടത് ന്യൂ ലൈനിൽ 1. ആ 1 പ്രിന്റ് ചെയ്തിട്ടതിന് ശേഷം കാണുന്നത് ക്ലോസിംഗ് ബ്രേസസ് ഓഫ് ജെ ഫോർ ലൂപ്പ്. സോ ഇറ്റ് ഇൻക്രിമെന്റ്സ് ദ വാല്യൂ ഓഫ് ജെ. ജെ ഇസ് ഇക്വൽ ടു 2. അഗെയിൻ കണ്ടീഷൻ ട്രൂ. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, കണ്ടീഷൻ ട്രൂ. നമുക്ക് വേണ്ട വാല്യൂ, പ്രിന്റ് ചെയ്ത് വരേണ്ട വാല്യൂ ഓൺ ദ സെയിം ലൈൻ, പ്രിന്റ് ചെയ്ത് വരേണ്ട വാല്യൂ 2 പ്രിന്റ് ചെയ്തതും ജെൻ്റെ വാല്യൂ, ബിക്കോസ് വേറൊരു സ്റ്റേറ്റ്മെന്റ്സ് ഒന്നുമില്ല, ക്ലോസിംഗ് ബ്രേസസ് ഓഫ് ജെ ആണ്. സോ ജെൻ്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യും. ഇറ്റ് ചെക്സ് വെദർ 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, കണ്ടീഷൻ ഫെയിൽഡ് അല്ലേ. ആണോ? ദെൻ ഔട്ടർ ലൂപ്പ് പോകുമ്പോൾ ന്യൂ ലൈൻ കാണും. ദെൻ ക്ലോസിംഗ് ബ്രേസസ്. ക്ലോസിംഗ് ബ്രേസസിൽ പോകുന്ന സമയത്ത് ഐൻ്റെ വാല്യൂ വീണ്ടും ഇൻക്രിമെന്റ് ചെയ്യും. ഓക്കെ, ഐൻ്റെ വാല്യൂ ഇസ് ഈക്വൽ ടു 3. ഓക്കെ, the value is equal to 3 and it checks the condition whether I less than or equal to rows. 3 less than or equal to 5, condition true. വീണ്ടും j ലൂപ്പ് കയറും. j is equal to 1. Okay, j is equal to 1. It checks j less than or equal to I, condition true. അതിൻ്റെ വാല്യൂ 3. Okay, condition true. പിന്നെ നമുക്ക് വേണ്ട നമ്പർ 1 അല്ലേ, ഡിസ്പ്ലേ ചെയ്യേണ്ട നമ്പർ 1. അഗെയിൻ
j increment ആവും, j ന്റെ number is equal to 2, j less than or equal to I, which is also true. നമുക്ക് പിന്നെ ഡിസ്പ്ലേ ചെയ്യേണ്ട വാല്യൂ 2. again വീണ്ടും j ന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യും. it checks whether 3 less than or equal to 3, condition is true. അതിൽ നമുക്ക് പ്രിന്റ് ചെയ്യേണ്ട വാല്യൂ 3. വീണ്ടും j ന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യും, checks end of condition fade. വീണ്ടും ഈ ഒരു റോസ് അതിന്റെ വാല്യൂ റോസിനെക്കാട്ടും വലുതാവുന്ന വരെ, അതിന്റെ വാല്യൂ 6 ആവുന്ന വരെ ഈ ഒരു കാര്യം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ എന്റെ ക്വസ്റ്റ്യൻ ഇവിടെ സി ഔട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താണ് കൊടുക്കേണ്ടത്? എന്ത് വേരിയബിളാണ് കൊടുക്കേണ്ടത്? ഓക്കെ, ഇവിടെ നോക്കാം. സി ഔട്ട് റോസിന് കൊടുക്കാൻ പറ്റുമോ? റോസിന്റെ വാല്യൂ എന്താ? 5. ഇപ്പൊ ഫസ്റ്റ് ലൈനിന് തന്നെ 5 എന്ന് വരും. അത് ശരിയാണോ? റോസിന് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. ഓക്കെ, സി ഔട്ട് ഐ എന്ന് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. സി ഔട്ട് ജെ കൊടുക്കാൻ പറ്റുമോ? ലിസൺ, ഇവിടെ ശരിക്ക് ജെ ഇക്വൽ ടു 1 ആകുന്ന സമയത്ത് നമുക്ക് 1 തന്നെയാണ് പ്രിന്റ് ചെയ്ത് വരേണ്ടത് അല്ലേ? അഗെയിൻ സെക്കൻഡ് ലൈനിലും ജെ ഇക്വൽ ടു 1 ആകുന്ന സമയത്ത് 1 തന്നെയാണ് പ്രിന്റ് ചെയ്യേണ്ടത്. ജെ ഇക്വൽ ടു 2 ആവുന്ന സമയത്ത് സെയിം ലൈനിൽ 2 തന്നെയാണ് പ്രിന്റ് ചെയ്യേണ്ടത്. ജെ ഇക്വൽ ടു 3 ആവുന്ന സമയത്ത് സെയിം ലൈനിൽ, സോ ഇവിടെ കണ്ടീഷൻ ഫെയിൽഡ് ആണ്. സെക്കൻഡ് ലൈനിൽ 1ഉം 2ഉം മതി. ദെൻ തേർഡ് റോയിൽ വരുന്ന സമയത്ത് അഗെയിൻ ജെ ഇക്വൽ ടു 1 ആകുമ്പോൾ 1 തന്നെ പ്രിന്റ് ചെയ്യുന്നു. നമുക്ക് വേണ്ടത് 1 ആണ്, ആ സമയത്ത് ജെന്റെ വാല്യൂ 1 ആണ്. നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത് 2 ആണ്, ജെന്റെ വാല്യൂ 2 ആണ്. നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത് 3 ആണ്, ജെന്റെ വാല്യൂ 3 ആണ്. മനസ്സിലാവുന്നുണ്ടോ? സോ വി ക്യാൻ സിംപ്ലി ഇവിടെ ജെന്ന് കൊടുത്താൽ മതി, നമുക്ക് വേണ്ട ആ ഒരു റിസൾട്ട് തന്നെ കിട്ടും. ലോജിക്ക് മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ആ ഒരു നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും വേണ്ട, ഈ ജെ എന്നുള്ള വേരിയബിൾ തന്നെ മതി. മനസ്സിലാവുന്നുണ്ടോ? എല്ലാവർക്കും? ഓക്കെ ഓക്കെ, അപ്പൊ സിയില് നമ്മളിത് കണ്ടു. ഇനിയിപ്പം ഇതേ സെയിം കാര്യം നമുക്ക് ജാവയിൽ എഴുതണമെങ്കിൽ സിൻടാക്സിന്റെ ചെറിയൊരു ചേഞ്ചേ ഉള്ളൂ. ഫസ്റ്റ് തന്നെ വി ഹാവ് ടു ക്രിയേറ്റ് സം ക്ലാസ്, പബ്ലിക് ക്ലാസ് ആൻഡ് ക്ലാസ് നെയിം. ഓക്കെ, ഞാൻ പിരാമിഡ് എന്നുള്ളൊരു ക്ലാസ് നെയിം കൊടുക്കുകയാണ്. ഓക്കെ, ആ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു ആൻഡ് വി ഹാവ് ടു എന്താ മെയിൻ ഫങ്ഷൻ വേണം അല്ലേ? സോ പബ്ലിക് static void main string args. ഓക്കെ, ഈ ആർക്സിന് പകരം ഒരു എ ആണ് കൊടുക്കുന്നതെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഈ ആർക്സ് തന്നെ വേണമെന്നില്ല. മിക്ക ടെക്സ്റ്റ് ബോക്സിലും ആർക്സ് തന്നെയാണ്, ഒരു വേരിയബിൾ നെയിം ഉണ്ടായാൽ മതി. ഓക്കെ, പക്ഷെ ഇത് തന്നെ ഫോളോ ചെയ്തോളൂ, വെറുതെ കൺഫ്യൂഷൻ ആവണ്ട. ഓക്കെ, സോ ഈ മെയിൻ ഫംഗ്ഷനിൽ എനിക്ക് എന്ത് ചെയ്യാം? സെയിം തിങ്, int ij rows. ij rows, സപ്പോസ് ഞാൻ ഈ റോസിന്റെ വാല്യൂസ് അപ്പോൾ തന്നെ ഞാൻ കൊടുക്കുകയാണ്, റോസ് ഇസ് ഇക്വൽ ടു 5. ഓക്കെ, പിന്നെ നമുക്ക് ചെയ്യാവുന്നത് എന്താണ്? റോസ് ഇസ് ഇക്വൽ ടു 5 അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കോഡ് പിന്നെ വേണ്ടു.
അല്ലേ? സൈഡിലുള്ളത് കളഞ്ഞേക്കട്ടോ, അത് വേണ്ട. ഓ whatever. ഈ കോഡ് മാത്രം നോക്കിക്കോളൂ. For I is equal to 1, I less than or equal to rows I plus plus. For j is equal to 1, j less than or equal to I, j plus plus. Then C out in we use system dot out dot friend. System dot print, system dot out dot print മാത്രം മതി. ബിക്കോസ് പറയാവേ, പ്രിന്റ് മാത്രം മതി എന്നുള്ളത് എന്തുകൊണ്ടാണെന്നുള്ളത് പറയാം. ഓക്കെ, ഓക്കെ. ഇത് ആദ്യത്തെ കേസ്, ആദ്യത്തെ ഐ ഫോർ ലൂപ്പിൻ്റെ അകത്തുള്ളത്. ഐ ഫോർ ലൂപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, ഒരു ന്യൂ ലൈൻ വരാൻ വേണ്ടിയിട്ട് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് ln കൊടുക്കാം. ഓക്കെ, വേണമെന്നില്ല, അങ്ങനെ കൊടുത്താലും മതി. ഓക്കെ, സ്പേസ് വേണ്ട നമുക്ക്. ഓക്കെ, പ്രിന്റ് ln മാത്രം മതി. ഫോർ ലൂപ്പ് ക്ലോസ് ചെയ്തു, മെയിൻ ഫംഗ്ഷൻ ക്ലോസ് ചെയ്തു, ക്ലാസ് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത്രയും ക്ലിയർ ആണോ? ജസ്റ്റ് ആ ഒരു നമ്മൾ CPP എഴുതിയത് അങ്ങനെ ഇങ്ങോട്ടേക്ക് ആക്കിയതാണ്. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ജെ കൊടുത്തു. ഓരോ ലൈനിലും നമുക്ക് ജെ മാത്രമല്ല, ജെ കഴിഞ്ഞിട്ട് നമുക്കൊരു സ്പേസ് വേണം. ഓക്കെ, സോ അതിന് നമ്മൾ ഈ ഒരു പ്ലസ് സൈൻ യൂസ് ചെയ്തു. ജാവയിൽ പ്ലസ് സൈൻ ഓൾറെഡി ഉണ്ട്. ഓപ്പറേറ്റിംഗ് ഓവർലോഡിംഗ് ഒക്കെ സിയിലാണ്, CPP-യിലാണ്. ജാവയിൽ അതൊക്കെ ഓൾറെഡി ഉണ്ട്. ഓപ്പറേറ്റർ ഓവർലോഡിംഗ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എക്സ്ട്രാ കൊടുക്കേണ്ട ആവശ്യമില്ല. പ്ലസ് നമ്മൾ അരിത്മെറ്റിക് ഓപ്പറേഷനും ഉണ്ട്, കോൺകാറ്റനേഷനും ഓൾറെഡി ഉണ്ട്, നമുക്കൊന്നും വരണ്ട. ഓക്കെ, അപ്പൊ പ്രിന്റ് മാത്രം കൊടുക്കാൻ കാരണം ആ ഒരു സെയിം ലൈനിൽ തന്നെ നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. ഫസ്റ്റ് ലൈനിൽ 1 മാത്രമേ ഉള്ളൂ, സെക്കൻഡ് ലൈനിൽ 1 2 3 ഉണ്ട് അല്ലെ, സ്പേസ് ഇട്ടിട്ട്. സോ ഇങ്ങനെ ചെയ്യുമ്പം പ്രിന്റ് പറഞ്ഞിട്ട് പ്രിന്റ് ln എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഉള്ളിലുള്ള ഈ ഒരു പാരാന്തസിസിന്റെ ഉള്ളിലുള്ള കാര്യം ഡിസ്പ്ലേ ചെയ്തതിന് ശേഷം ഇറ്റ് സ്വിച്ചസ് ടു എ ന്യൂ ലൈൻ. ഓക്കെ, ഈ ln ഉണ്ടെങ്കിൽ ഇറ്റ് സ്വിച്ചസ് ടു എ ന്യൂ ലൈൻ. ഓക്കെ, അപ്പം ഇത് പ്രിന്റ് ചെയ്തതിന് ശേഷം നമുക്ക് ന്യൂ ലൈനിൽ പോകണ്ട, സെയിം ലൈനിൽ തന്നെ വേണം. സോ ഇവിടെ പ്രിന്റ് മാത്രം മതി. ഓക്കെ, ഓക്കെ എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അറ്റൻഡൻസ് വേഗം പറയാട്ടോ, മൈക്ക് ഓൺ ചെയ്തോളൂ, അതായിരിക്കും ബെറ്റർ. അഭിജിത്ത്, Present, miss. അനുവിന്ദ്, Present, miss. അപർണ, ഓക്കെ, അർച്ചിത,